ഹലോ ഓൾ. സോ ഈ പ്രോബ്ലത്തിൽ അവർ ഡെവലപ്മെന്റ് ഓഫ് എ സിലിണ്ടർ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ഒരു സിലിണ്ടർ എന്ന് പറയുമ്പോൾ അതിന്റെ ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് ഒരു സർക്കുലർ ഷേപ്പ് ആയിരിക്കും, റെസ്റ്റിംഗ് ഓൺ ഇറ്റ്സ് ബേസ് ആണെങ്കിൽ. അപ്പോ നമുക്കൊരു സർക്കിൾ വരച്ചുകൊണ്ട് വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്, ടോപ്പ് വ്യൂ വരച്ചുകൊണ്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. ഡെവലപ്മെന്റ് വരയ്ക്കുന്നതിന് മുമ്പ് എല്ലാ പ്രോബ്ലത്തിന്റെയും ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ വരച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ ടോപ്പ് വ്യൂ നമുക്കറിയാം ഒരു സിലിണ്ടർ റെസ്റ്റിംഗ് ഓൺ ഇറ്റ്സ് ബേസ് ആണെങ്കിൽ അതൊരു സർക്കുലർ ഷേപ്പ് ആയിരിക്കും. ഈ സിലിണ്ടറിന്റെ ഡയമീറ്റർ തന്നിട്ടുണ്ട് 50 mm ആണ്. സോ 50 mm വരുന്ന ഒരു സർക്കിൾ വരച്ചുകൊണ്ട് വേണം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഇവിടെ ഞാൻ 50 mm ഡയമീറ്റർ വരുന്ന അല്ലെങ്കിൽ 25 mm റേഡിയസ് വരുന്ന ഒരു സർക്കിൾ ആണ് വരച്ചിരിക്കുന്നത്. എന്നിട്ട് അതിനെ ഞാൻ 8 ഈക്വൽ ഹാഫ് ആയിട്ട് ഡിവൈഡ് ചെയ്യാണ് 45 ഡിഗ്രി ലൈൻസ് വരച്ചുകൊണ്ട്. ഈ കാണുന്ന ലൈൻ എന്ന് പറയുന്നത് 45 ഡിഗ്രി ലൈൻസ് ആണ്. ഈ 45 ഡിഗ്രി ലൈൻസ് ഉപയോഗിച്ച് എനിക്ക് 8 ഈക്വൽ ഹാഫ് ആയിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാം. 1, 2, 3, 4, 5, 6, 7, 8. ഓക്കെ, അതിനുശേഷം ഞാനായിട്ട് ഈക്വൽ ഹാഫ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് സർക്കിളിന്റെ പെറിഫറിയിൽ കിട്ടുന്ന പോയിന്റുകൾക്ക് പേര് കൊടുക്കുകയാണ്. A1 എന്നും B1 എന്നും C1. ഇതിൽ എ എന്ന് പറയുന്നത് ടോപ്പിലത്തെ പോയിന്റും A1 എന്ന് പറയുന്നത് അതിന് നേരെ താഴെയുള്ള പോയിന്റുമാണ്. നമ്മൾ മുകളിൽ നിന്നാണ് ഈ സിലിണ്ടറിനെ നോക്കുന്നത്. സോ മുകളിൽ ഒരു പോയിന്റ് കാണും, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് താഴെയും ഒരു പോയിന്റ് കാണും. ആ താഴത്തെ പോയിന്റ് ആണ് A1 എന്ന് പറയുന്നത്. അതേപോലെ തന്നെയാണ് B1ഉം C1ഉം D1ഉം ഒക്കെ. സോ ഞാൻ നെയിമിംഗ് എല്ലാം കൊടുക്കുകയാണ്. നെയിമിംഗ് കൊടുത്തു കഴിഞ്ഞാൽ എന്റെ ടോപ്പ് വ്യൂ ഏകദേശം കംപ്ലീറ്റ് ആയി. വൺ തിങ് ദാറ്റ് ഹാസ് ടു ബി കെപ്റ്റ് ഇൻ മൈൻഡ് എന്ന് പറയുന്നത്, ഈ ക്രോസ് ആയിട്ട് നമ്മൾ വരയ്ക്കുന്ന ഈ ലൈൻസ് എന്ന് പറയുന്നത് ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള ലൈൻസ് ആണ്, ഒറിജിനൽ ലൈൻസ് അല്ല. അതുകൊണ്ട് തന്നെ വളരെ ലൈറ്റ് ആയിട്ട് വേണം നിങ്ങളുടെ ഡയഗ്രത്തിൽ ഇത് കാണിക്കാനായിട്ട്. നിങ്ങളുടെ ഹൈലൈറ്റ് ചെയ്യേണ്ട പോർഷൻ എന്ന് പറയുന്നത് ഈ ഒരു സർക്കുലർ ആർക്ക് മാത്രമാണ് നിങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കേണ്ടത്. ബാക്കി എല്ലാ പോർഷനും വളരെ ലൈറ്റ് ആയിട്ട് മാത്രമേ നിങ്ങളുടെ ഡയഗ്രത്തിൽ വരാവൂ. ഓക്കെ, സോ ഇത്രയും വരച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയി. നിങ്ങൾക്ക് ഒരു ആക്സസ് മാർക്ക് ചെയ്യാം, ഈ സെന്റർ പോയിന്റ്. അതിനൊരു പേരും വേണമെങ്കിൽ കൊടുക്കാം, O1 എന്ന് കൊടുക്കാം. ഇവിടെ നിങ്ങൾക്ക് ആക്സസിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും വരുന്നില്ല, കാരണം ഡെവലപ്മെന്റിൽ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് കരുതി ഈ ആക്സസിന്റെ നെയിം കൊടുക്കുന്നതിലോ അല്ലെങ്കിൽ ആക്സസ് വെച്ചുകൊണ്ട് നമുക്ക് ഫെർദർ ആയിട്ട് ഡെവലപ്മെന്റിലോ വലിയ യൂസ് ഒന്നും വരുന്നില്ല. ഈ ആക്സസ് എന്ന് പറയുന്നത് ഡെവലപ്മെന്റിൽ മാർക്ക് ചെയ്യേണ്ട ആവശ്യം ഒന്നും വരുന്നില്ല. പക്ഷേ ഈ ആക്സസ് ഇമ്പോർട്ടന്റ് ആണ്, ഈ ക്വസ്റ്റ്യന് ആക്സസുമായിട്ട് കണക്ഷൻ ഉണ്ട്. ഓക്കെ, സോ ആക്സസ് മാർക്ക് ചെയ്യുക O1. O എന്ന് പറയുന്നത് ടോപ്പ് പോയിന്റ്, O1 എന്ന് പറയുന്നത് താഴത്തെ പോയിന്റ്. അടുത്ത് നമുക്ക് ഇതിന്റെ ഫ്രണ്ട് വ്യൂ വരയ്ക്കാം. ഫ്രണ്ട് വ്യൂ വരയ്ക്കാനായിട്ട് ടോപ്പ് വ്യൂയിലെ എല്ലാ പോയിന്റിൽ നിന്നും നമ്മൾ നേരെ ലൈൻസ്, പ്രൊജക്ഷൻ ലൈൻസ് മുകളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക XY പ്ലെയിനിലേക്ക്, XY ലൈനിലേക്ക്. അപ്പോൾ അത് XY ലൈനിൽ വന്ന് ഇന്റർസെക്ട് ചെയ്യും. ഇനി എല്ലാ പോയിന്റും മുകളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക, XY ലൈന് മുകളിലേക്ക് 60 mm ഹൈറ്റിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക. എന്നിട്ട് നമ്മളൊരു സിലിണ്ടറിന്റെ ഫ്രണ്ട് വ്യൂ നമുക്കറിയാം ഒരു റെക്ടാംഗുലർ ഷേപ്പ് ആയിരിക്കും. ആ റെക്ടാംഗുലർ ഷേപ്പ് കൺസ്ട്രക്ട് ചെയ്യുക. ഏറ്റവും ലെഫ്റ്റ് എൻഡിലെ പോയിന്റ് A'. ഓക്കെ, മുകളിലത്തെ പോയിന്റുകളാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്, A', B', ബ്രാക്കറ്റിൽ H'. കാരണം B' ഈ ഫ്രണ്ടിലത്തെ പോയിന്റ് ആണ്. ഓക്കെ, B എന്ന് പറയുന്ന പോയിന്റ് ആണ് മുകളിലത്തെ പോയിന്റ്, B1 എന്ന് പറയുന്ന പോയിന്റ് താഴത്തെ പോയിന്റ് ആണ്. അതേപോലെ ഇവിടെ നോക്കുകയാണെങ്കിൽ H ആണ് മുകളിലത്തെ പോയിന്റ്, H1 താഴത്തെ പോയിന്റ് ആണ്. സോ മുകളിലത്തെ പോയിന്റ് എന്ന് പറയുന്നത് Bയും Hഉം ആണ്. ഓക്കെ, Bയും Hഉം ആണ് മുകളിലത്തെ പോയിന്റ്. അതിൽ B ആണ് നമുക്ക് കാണാൻ പറ്റുന്ന സൈഡിലുള്ളത്, H എന്ന് പറയുന്നത് അതിന്റെ ബാക്കിലാണ് ഫ്രണ്ട് വ്യൂവിൽ വരുമ്പോൾ. അപ്പോ B' ബ്രാക്കറ്റിൽ H'. സോ ഈ കോൺസെപ്റ്റ് ഉപയോഗിച്ച് എനിക്ക് എല്ലാ പോയിന്റും ഇതുപോലെ മാർക്ക് ചെയ്യാം. താഴത്തെ പോയിന്റ് A1', B1', H1' ഇങ്ങനെ മാർക്ക് ചെയ്യാം. അപ്പൊ മുകളിലുള്ള പോയിന്റ് ABCDEFGH, താഴത്തെ പോയിന്റ് A1, B1, C1, D1, E1, F1, G1, H1. ഓക്കെ, സോ ഇങ്ങനെ എനിക്ക് ഫ്രണ്ട് വ്യൂ കൺസ്ട്രക്ട് ചെയ്യാം. ഈ ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും കൺസ്ട്രക്ട് ചെയ്തതിനു ശേഷം ഇനിയാണ് ഡെവലപ്മെന്റ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇതിന്റെ ഡെവലപ്മെന്റ് ആണ് വരയ്ക്കാൻ പോകുന്നത്. സോ ഡെവലപ്മെന്റ് എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം ഇതൊരു സിലിണ്ടർ ആണ്. ഈ സിലിണ്ടറിനെ അൺഫോൾ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇതിനെ ഒന്ന് തുറന്ന് വിരിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റെക്ടാംഗുലർ ആയിട്ടുള്ള ഒരു പീസും പിന്നെ മുകളിലും താഴെയായിട്ട് 2 സർക്കുലർ ആയിട്ടുള്ള പീസുകൾ. ഇതായിരിക്കും നമുക്ക് കിട്ടുക ഡെവലപ്മെന്റ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു സിലിണ്ടർ, ആ സിലിണ്ടറിനെ നമ്മൾ സാധാരണ ഡെവലപ്മെന്റ് പഠിച്ചപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ലേ, അതായത് അതിനെ ജസ്റ്റ് ഒന്ന് കയറി അതിനൊന്ന് വിരിച്ചു വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? ഒരു റെക്ടാംഗുലർ ആയിട്ടുള്ള ഒരു നീളമുള്ള പീസും ഉണ്ടാവും, പിന്നെ മുകളിലും താഴെയായിട്ട് 2 സർക്കുലർ പീസ്. അപ്പൊ നമുക്ക് ആ റെക്ടാംഗുലർ പീസിന്റെ നീളം എത്രയാണ്, അതിന്റെ ഹൈറ്റ് എത്രയാണ്, ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ റെക്ടാംഗുലർ പീസ് വരയ്ക്കാം. അപ്പോൾ ഇതൊരു സിലിണ്ടർ ആയതുകൊണ്ട് തന്നെ ഈ സിലിണ്ടറിന്റെ ഹൈറ്റ് തന്നെയായിരിക്കും ആ റെക്ടാംഗിളിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഹൈറ്റ് ആണ് ആ റെക്ടാംഗുലറുടെ വിഡ്ത്ത് എന്ന് പറയുന്നത്. ആൻഡ് ഇതിന്റെ നീളം എത്രയായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഈ സർക്കിളിന്റെ രൂപത്തിലാണ് നിങ്ങൾ എന്താണ് നിങ്ങളുടെ ആ ഡെവലപ്മെന്റ് ലെങ്ത് വരുന്നത് അല്ലെ. അപ്പോൾ ഇതിനെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിനെ വിരിച്ചു വെച്ച് കഴിഞ്ഞാൽ ആ ലെങ്ത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു ദ സർക്കംഫറൻസ് ഓഫ് ദ സർക്കിൾ. ഓക്കെ, ഈ സർക്കിളിന്റെ സർക്കംഫറൻസ് എത്രയാണോ ആ സർക്കംഫറൻസ് ആണ്
ആ റെക്ടാങ്കിളിന്റെ ലെങ്ത് ആയിട്ട് വരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു റെക്ടാങ്കിൾ ആയിരിക്കും. ആ റെക്ടാങ്കിളിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഇതേ ഹൈറ്റ് ആയിരിക്കും. ഓക്കെ, അതിന്റെ നീളം എന്ന് പറയുന്നത് സർക്കംഫറൻസ് ഓഫ് ദ സർക്കിൾ ആണ്. ഈ സർക്കിളിന്റെ ഡയമീറ്റർ നിങ്ങൾക്കറിയാം 50 mm ആണ്. ഓക്കെ, 50 mm ഡയമീറ്റർ ആണ് ഇതിനുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഇതിന്റെ സർക്കംഫറൻസ് എന്ന് പറയുന്നതും ഇക്വേഷൻ നമുക്കറിയാം പൈ ഡി, പൈ ഇൻറ്റു 50 mm ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ സർക്കംഫറൻസ് കിട്ടും. സോ അങ്ങനെ ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത സർക്കംഫറൻസ് ആണ് നിങ്ങൾക്ക് ഈ കാണുന്നത്. യു ക്യാൻ സി സർക്കംഫറൻസ് ഇസ് ഈക്വൽ ടു പൈ ഇൻറ്റു ഡയമീറ്റർ. അതിൽ സർക്കംഫറൻസിൽ പൈ ഇൻറ്റു ഡയമീറ്റർ 50 mm ആണ്. സോ പൈ ഇൻറ്റു 50 ചെയ്യുമ്പോൾ 157.08 എന്ന് കിട്ടും. ഈ 157.08 എന്ന് പറയുന്നത് യു ക്യാൻ റൗണ്ട് ഇറ്റ് ടു 157. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 157.1 mm അതിന് വളരെ ക്ലോസർ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പരമാവധി 1 mm സ്കെയിലിൽ മെഷർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇറ്റ് ഇസ് ബിയോണ്ട് ദ ലീസ്റ്റ് കൗണ്ട് ഓഫ് ദ സ്കെയിൽ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് 157 mm എന്ന് പറയുന്ന ആ വാല്യൂ എടുത്ത് നമുക്ക് അത് ലെങ്ത് ഓഫ് ദ റെക്ടാങ്കിൾ ആയിട്ട് കൊടുത്ത് ഒരു റെക്ടാങ്കിൾ വരയ്ക്കാം. ഓക്കെ, സോ യു ക്യാൻ സി ഞാൻ ചെയ്യാൻ പോകുന്ന സ്റ്റെപ്പുകൾ നിങ്ങൾ ശ്രദ്ധിക്കാം. ആദ്യം ഞാൻ ആ ടോപ്പിൽ നിന്ന് ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചു എന്റെ റെക്ടാങ്കിളിന്റെ ടോപ്പ് പോർഷൻ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഞാൻ താഴെ XY ലൈനിൽ നിന്ന് ആ ടോപ്പ് ലൈനിലേക്ക് ഒരു ലൈൻ പെർപെൻഡിക്കുലർ ആയിട്ട് വരച്ചു. ഓക്കെ, ഇനി നെക്സ്റ്റ് ഞാൻ ലെങ്ത് ഓഫ് ദ റെക്ടാങ്കിൾ മാർക്ക് ചെയ്യാണ്. 157 ആണല്ലോ നമ്മളെടുത്ത ലെങ്ത്, അതേ ലെങ്ത് നിങ്ങൾക്ക് ഇവിടെ കാണാം 157. ആ ലെങ്ത് ഞാൻ ഹൊറിസോണ്ടൽ ആയിട്ട് വരച്ചു. അത് വരച്ചതിന് ശേഷം നെക്സ്റ്റ് വാട്ട് ഐ എം ഗോയിങ് ടു ഡു ഇസ്, ഇനി ഇതിനെ എനിക്ക് 8 ഈക്വൽ പാർട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്യണം. കണ്ടോ, നിങ്ങൾ നോക്കി, ഈ സർക്കംഫറൻസ് ആണ് 157 എന്ന് പറയുന്നത്. അതായത് ഈ ആർക്കിന്റെ ലെങ്ത്, 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 ഈ 8 ആർക്കുകളും കൂടെ ചേർന്നതാണ് ഈ 157 എന്ന് പറയുന്ന ലെങ്ത് പൈ ഡി. അതിനെ നമുക്ക് ഇനി 8 ആയിട്ട് ഡിവൈഡ് ചെയ്യണം. അതിനെ 8 ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ അത്ര എളുപ്പമല്ല. കാരണം 157 നിങ്ങൾ 8 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ ഡെസിമൽ പോയിന്റ് ഉള്ള ഒരു വാല്യൂ ആയിരിക്കും കിട്ടുക. ഫോർ എക്സാമ്പിൾ 19.65, 19.66 ഇങ്ങനെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് സ്കെയിലിൽ ആക്യുറേറ്റ് ആയിട്ട് മാർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വളരെ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇതിനെ 8 ഈക്വൽ പാർട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്യാനുള്ള മെത്തേഡ് ആണ് പറയുന്നത്. ഈ മെത്തേഡ് ഉപയോഗിച്ച് വേണം നിങ്ങൾ സിലിണ്ടറിന്റെ ഡെവലപ്മെന്റ് വരയ്ക്കുമ്പോൾ ചെയ്യാനായിട്ട്. നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ലൈൻ വരയ്ക്കുക, ഒരു ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു ലൈൻ, മേക്ക് ഇറ്റ് 30 ഡിഗ്രി. 30 ഡിഗ്രി എടുത്ത് തന്നെ നിങ്ങൾ വരച്ചോളൂ. ഒരു 30 ഡിഗ്രി ലൈൻ അങ്ങോട്ട് വരയ്ക്കുക. ആ 30 ഡിഗ്രി ലൈനിൽ നിങ്ങൾക്ക് 8 ഈക്വൽ പാർട്സ് ആയിട്ടാണല്ലോ ഈ 157 ഡിവൈഡ് ചെയ്യേണ്ടത്. സോ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 30 ഡിഗ്രി ലൈനിൽ ഒരു ലൈൻ വരയ്ക്കുക. ആ ലൈനിന് ഒരു ലെങ്ത് കൊടുക്കുക. ആ ലെങ്ത് എന്ന് പറയുന്നത് 8 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ലെങ്ത് ആയിരിക്കണം. മനസ്സിലായോ? അതായത് 157 നമുക്ക് 8 ഈക്വൽ ഹാഫ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. വി വിൽ നോട്ട് ഗെറ്റ് എ ഡെഫിനിറ്റ് വാല്യൂ, നമുക്ക് ഡെസിമൽ വാല്യൂ കിട്ടും. അപ്പൊ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 30 ഡിഗ്രി ലൈൻ ഇവിടെ ചേർത്ത് വരച്ചിട്ട്, കണ്ടോ ഇവിടെ ഇതാണ് 30 ഡിഗ്രി ലൈൻ, അതിൽ ഞാനൊരു ലൈൻ വരച്ചു. ആ ലൈൻ ഇസ് ഹാവിംഗ് സം ലെങ്ത് ആൻഡ് ആ ലെങ്ത് എന്ന് പറയുന്നത് എനിക്ക് 8 ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഞാനപ്പോൾ 120 എന്ന് പറയുന്ന ലെങ്ത് ആണ് ഇവിടെ കൊടുക്കുന്നത് കേട്ടോ, 120 millimeters. അതിനെ എനിക്ക് ഈസി ആയിട്ട് 8 ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. 15 mm ആയിരിക്കും എനിക്ക് കിട്ടുന്നത്. 120യെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 15 mm കിട്ടും. സോ ഞാൻ ഇതിനെ 8 ആക്കി പിരിക്കുന്നതിന് പകരം, അല്ലെങ്കിൽ ഇതിനെ 8 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം ഈ ലൈനിനെ 8 ആയിട്ട് ഞാൻ ഡിവൈഡ് ചെയ്യാണ്. ഈ 120 mm ലൈനിനെ 8 ആയിട്ട് ഡിവൈഡ് ചെയ്യാണ്. യു ക്യാൻ സീ അത് ഡിവൈഡ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഈ അറ്റം 120 mm വരുന്ന ഈ ലൈനിന്റെ ഈ അറ്റത്തിൽ നിന്ന് ഒരു ലൈൻ ആ അറ്റത്തിലേക്ക് ജോയിൻ ചെയ്യണം. ഓക്കെ, സോ കണ്ടോ ഇവിടെ നിന്ന് ഒരു ലൈൻ നേരെ എടുത്ത് ഇങ്ങോട്ട് വരച്ചു. ഇനിയാണ് ഞാൻ ഡിവൈഡ് ചെയ്യാൻ പോകുന്നത്. യു ക്യാൻ സീ 15 mm, കണ്ടോ 15 mm, 15 mm, 15 mm, 15 mm, 15, 15, 15, 15. ഇപ്പൊ നിങ്ങൾ നോക്കി, 1, 2, 3, 4, 5, 6, 7, 8, 120 എന്ന് പറയുന്ന ഈ ലെങ്തിനെ 8 ഈക്വൽ പാർട്ടായിട്ട് ഞാൻ ഡിവൈഡ് ചെയ്തു. എന്നിട്ട് ഈ 120 mm വരുന്ന ഈ പോയിന്റിൽ നിന്ന് ഞാനൊരു ലൈൻ നേരെ അങ്ങേ അറ്റത്തേക്ക് വരച്ചിട്ടുണ്ട്. ഈ 157 അവസാനിക്കുന്ന ഇവിടെ വരെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ നെക്സ്റ്റ് ചെയ്യുന്നത് ഈ ലൈനിന് പാരലൽ ആയിട്ട് ലൈൻസ് ഞാൻ വരയ്ക്കുകയാണ്. ഈ ഓരോ 15 mm ഈ ലൈനിന് ഞാനിപ്പോ ബ്ലൂ കളറിൽ ഹൈലൈറ്റ് ചെയ്യുന്ന ഈ ലൈനിന് പാരലൽ ആയിട്ട് ലൈൻസ് വരയ്ക്കുകയാണ് ഈ ഓരോ പോയിന്റുകളിലും. യു ക്യാൻ സീ, കണ്ടോ ആദ്യത്തെ ആ ലൈനിന് പാരലൽ ആയിട്ടായിരിക്കണം എല്ലാ ലൈൻസും വരയ്ക്കുന്നത്. അത് വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ 157 എന്ന് പറയുന്ന ലെങ്തിനെ കറക്റ്റ് 8 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇത് ഒന്നാമത്തെ പാർട്ട്, ഇത് രണ്ടാമത്തെ പാർട്ട്, ഇത് മൂന്നാമത്തെ, ഇത് നാലാമത്തെ, ഇത് അഞ്ചാമത്തെ, ഇത് അഞ്ചാമത്തെ, ഇത് ആറാമത്തെ, ഇത് 7, ഇത് 8. കണ്ടോ, 8 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ ഇനി നെക്സ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പോയിന്റിൽ നിന്നും ലൈൻസ് വെർട്ടിക്കൽ ആയിട്ട് വരയ്ക്കുക. അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് 8 ഈക്വൽ പാർട്സ് ആയിട്ട് നിങ്ങളുടെ ആ റെക്ടാങ്കിളിനെ ഡിവൈഡ് ചെയ്ത് കിട്ടും.
ഇതാണ് 8 ഈക്വൽ പാർട്സ് 1 2 3 4 5 6 7 8. ഇനി നമുക്ക് അതിന് പേരുകൾ കൊടുക്കാം. A1 B1 എന്നൊക്കെയാണ് പേര് കൊടുക്കുന്നത്. മുകളിലത്തെ എല്ലാം ഫില്ല് ചെയ്യുക. ABCDEFGHA. അത് കഴിഞ്ഞ് താഴത്തെ A1 B1 C1 D1 E1 F1 G1 H1 A1. ഓക്കെ, സോ ഇതാണ് ഡെവലപ്മെന്റ് ഓഫ് എ സിലിണ്ടർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വരയ്ക്കേണ്ടത്. ഓക്കെ, ഇനി ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഒരു സെക്ഷൻ പ്ലെയിൻ ഉപയോഗിച്ച് ഈ സിലിണ്ടറിനെ കട്ട് ചെയ്യാണ്. അതിന്റെ കറക്റ്റ് സെന്റർ ഓഫ് ദ ഹൈറ്റിൽ, അതായത് 60 mm ആണ് ഈ മൊത്തം സിലിണ്ടറിന്റെ ഹൈറ്റ് എന്നുണ്ടെങ്കിൽ അതിനെ ബൈസെക്ട് ചെയ്യുന്ന രീതിയിൽ അതിന്റെ സെന്ററിലൂടെയാണ് ഈ സെക്ഷൻ പ്ലെയിൻ കട്ട് ചെയ്ത് പാസ് ചെയ്ത് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഡെവലപ്മെന്റ് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, 30 ഡിഗ്രിയാണ് ആ സെക്ഷൻ പ്ലെയിനിന്റെ ആംഗിൾ എന്ന് പറയുന്നത്. സോ നമുക്ക് അതൊന്ന് വരയ്ക്കാം. അതിനായിട്ട് ഞാൻ സെന്ററിലൂടെ 30 ഡിഗ്രി ലൈൻ, ഈ സെന്റർ എടുക്കുക, സെന്ററിൽ നിന്ന് ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുക, എന്നിട്ട് ഒരു 30 ഡിഗ്രി ലൈൻ എടുക്കുക. നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ഓക്കെ, സെക്ഷൻ പ്ലെയിൻ ഞാൻ വരച്ചു, കണ്ടോ? 30 mm ഹൈറ്റിൽ അത് സെന്ററിൽ കട്ട് ചെയ്ത് പോകാം. ഓക്കെ, 30 mm ഹൈറ്റിലായിരിക്കണം അത് കട്ട് ചെയ്യുന്നത്. ഇതിന് 30 ഡിഗ്രി ആംഗിൾ ഉണ്ടായിരിക്കണം. അതിനുശേഷം ഈ ലൈൻ, ഈ സെക്ഷൻ പ്ലെയിൻ ഏതൊക്കെ എഡ്ജസിന്, അതല്ലെങ്കിൽ ഏതൊക്കെ ജനറേറ്റേഴ്സിന്, അതല്ലെങ്കിൽ ഏതൊക്കെ നമ്മളിപ്പോൾ വരച്ചിരിക്കുന്ന ലൈൻസിൽ A1 B1 എന്ന് പറയുന്ന ലൈൻസിനെ എവിടെയൊക്കെ കട്ട് ചെയ്യുന്നുണ്ടോ നോക്കണം. അവിടെയൊക്കെ നമ്പർ കൊടുക്കണം. ഓക്കെ, സോ A', അത് കട്ട് ചെയ്യുന്നുണ്ട്. ഒരൊറ്റ എഡ്ജേ ഉള്ളൂ. സോ അവിടെ ഒരൊറ്റ പോയിന്റേ ഉണ്ടാവും. ആ പോയിന്റിന് പേര് കൊടുക്കുക. ദാറ്റ് ഇസ് 1 പേര് കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ഇപ്പൊ നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഈ ലൈൻ എന്ന് പറയുന്നത് ഇതിനെ കട്ട് ചെയ്യുന്നുണ്ട്. ഇതേപോലെ ഒരു ലൈൻ പിന്നിലുണ്ട്. സോ അതുകൊണ്ട് തന്നെ 2 പോയിന്റ്സ് അവിടെ ഉണ്ടായിരിക്കും. നമുക്ക് ആദ്യം ഇവിടുത്തെ ഫ്രണ്ടിലത്തെ പോയിന്റിന് മാത്രം പേര് കൊടുക്കാം. ഓക്കെ, സോ ഞാൻ പേര് കൊടുക്കുകയാണ് 2'. അതേപോലെ തന്നെയാണ് ഇവിടെയും 3', 4', 5'. ഫ്രണ്ടിലത്തെ എല്ലാ പോയിന്റ്സും ഞാൻ മാർക്ക് ചെയ്തു. ഇനി ഈ 4' ഇരിക്കുന്നിടത്ത് തന്നെ ബാക്കിൽ വേറൊരു പോയിന്റ് ഉണ്ട്. കാരണം ഈ 4' എന്ന് പറയുന്നത് D', D1' പോയിന്റ് ആണ്. അതിന്റെ പിന്നിൽ F', F1' ഉണ്ട്. അതിലൊരു പോയിന്റ് ഉണ്ടാവും. ആ പോയിന്റിന് യു ഗിവ് ദ നെയിം 6'. അതേപോലെ ഇവിടെ C1' എന്ന് പറയുന്നതാണ് ഫ്രണ്ടിലത്തെ ലൈൻ. ബാക്കിൽ G', ഉണ്ട്. സോ അവിടെയും ഒരു പോയിന്റ് ഉണ്ടായിരിക്കും. ദാറ്റ് ഇസ് 7'. അതേപോലെ 2' പിന്നിൽ 8'. ഇങ്ങനെ നമുക്ക് ഇത്രയും പോയിന്റ്സ് ഉണ്ട്. ഇനി നെക്സ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റിൽ നിന്ന് ഹൊറിസോണ്ടൽ ലൈൻ ഈ ഡെവലപ്മെന്റിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക. എക്സ്റ്റെൻഡ് ചെയ്തതിനു ശേഷം അത് ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് ഫിഗർ ഡെവലപ്മെന്റ് ലെങ്ത് കണ്ടുപിടിക്കാം. ഇപ്പൊ 1 എന്ന് പറയുന്നത് A1 ഉള്ളതാണ്. സോ 1ൽ നിന്ന് ഞാൻ നേരെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു A1. ഇവിടെ ഒരു പോയിന്റ് കിട്ടും. സോ ഈ പോയിന്റിന് യു ഗിവ് ദ നെയിം 1. ഇതാണ് എന്റെ 1. ഇതേപോലെ തന്നെ എനിക്ക് 2ൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്യാം. 2 എന്ന് പറയുന്ന പോയിന്റ് ഇരിക്കുന്നത് B1ലാണ്. സോ ഇവിടെ എനിക്ക് 2 എന്ന നമ്പർ കൊടുക്കാം. ദിസ് ഇസ് 2. ഇതെന്റെ 2 എന്ന് പറയുന്ന പോയിന്റ്. അത് കഴിഞ്ഞ് എനിക്ക് ഇതേപോലെ 3ൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്യാം. ഓക്കെ, 3ൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ സിയിലാണുള്ളത്. സോ ദിസ് ഇസ് 3. ഇതാണ് എന്റെ 3 എന്ന് പറയുന്ന പോയിന്റ്. ഓക്കെ, 1 കിട്ടി, 2 കിട്ടി, 3 കിട്ടി. ഇനി എനിക്ക് ഇതേപോലെ 4 വരയ്ക്കാം. ഓക്കെ, 4ൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്യുക. അത് ഡിയിൽ വന്ന് ടച്ച് ചെയ്യും. സോ ദിസ് ഇസ് 4. അതേപോലെ ഈ 5ൽ നിന്നും എക്സ്റ്റെൻഡ് ചെയ്യാം ഇയിലേക്ക്. സോ ദിസ് ഇസ് 5. ഇതേപോലെ എനിക്ക് 6 മാർക്ക് ചെയ്യാം. 6 ഇരിക്കുന്നത് F1ലാണ്. സോ 6 എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്യാം. ഇവിടെ കിട്ടും. സോ ദിസ് ഇസ് 6. അതേപോലെ എനിക്ക് 7 മാർക്ക് ചെയ്യാം. ദിസ് ഇസ് 7. 7 എന്ന് പറയുന്നത് G1ലാണ്. സോ ദിസ് ഇസ് 7. അതേപോലെ ദിസ് ഇസ് 8. ഇവിടെ 8 വരും. ഓക്കെ, ഇവിടെ എനിക്ക് 8 കിട്ടും. അത് കഴിഞ്ഞ് ലാസ്റ്റ് പോയിന്റ് 1ൽ നിന്ന് നേരെ എക്സ്റ്റെൻഡ് ചെയ്യാം. അതിവിടെ എനിക്ക് കിട്ടും. സോ ദിസ് ഇസ് 1 അഗെയിൻ. 1ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 1ലേക്ക് തന്നെ തിരിച്ചെത്തണം. ഓക്കെ, അത് വരച്ച് കിട്ടിയതിന് ശേഷം നെക്സ്റ്റ് വാട്ട് യു നീഡ് ടു ഡു ഇസ് 8 പോയിന്റ്സും കിട്ടിയതിന് ശേഷം നെക്സ്റ്റ് നമുക്ക് ഇതിനെ ജോയിൻ ചെയ്യണം. ഇതിനെ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഡെവലപ്മെന്റ് ഷേപ്പ് കിട്ടും. പക്ഷെ ഓൾവേസ് കീപ്പ് ഇൻ മൈൻഡ്, കോൺ ആണെങ്കിലും സിലിണ്ടർ ആണെങ്കിലും നെവർ യൂസ് സ്ട്രെയിറ്റ് ലൈൻസ്. ഫ്രീ ഹാൻഡ് ആയിട്ട് ആർക്ക് പോലെ വരയ്ക്കുക. ഞാനിപ്പോൾ വരയ്ക്കാം. 1ഉം 2ഉം ജോയിൻ ചെയ്തു, 3ഉം 4ഉം 5ഉം 6ഉം. നിങ്ങൾ നോക്കിയാൽ ആ ഒരു കർവ് കണ്ടോ? അതേപോലെ ഫ്രീ ഹാൻഡ് ആയിട്ട് ജോയിൻ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക. 1ൽ നിന്ന് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം 2 3 3 4 5 6 7 8. ഇതാണ് നിങ്ങളുടെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ ഈ ബ്ലൂ കളറിൽ ഹൈലൈറ്റ് ചെയ്യുന്നത് വളരെ ബോൾഡ് ആയിട്ട്
നിങ്ങളുടെ ഡയഗ്രത്തിൽ വളരെ ക്ലിയർ ആയിട്ട് ഹൈലൈറ്റ് ചെയ്ത് കാണാം. ഓക്കെ, ഇതിൽ ഒരു കാര്യം കൂടെ മിസ്സിംഗ് ആയിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സർക്കിളും കൂടെ ഇതിന്റെ താഴെ വരും. ആ സർക്കിളും കൂടെ നമ്മൾ വരയ്ക്കണം. സോ 25 ആണ് റേഡിയസ്. സോ 25 എടുത്തുകൊണ്ട് ഞാനൊരു സർക്കിൾ വരയ്ക്കുകയാണ്. ഓക്കെ, അതും കൂടെ വരച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആവും. എന്നിട്ട് ആ സർക്കിളിന് നമ്മൾ നെയിം കൊടുക്കണം. ഓക്കെ, ഇത്രയും വരച്ച് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡെവലപ്മെന്റ് ഇസ് ഓവർ. ഈ പ്രോബ്ലത്തിൽ എന്താണ് അവർ ചോദിച്ചിരിക്കുന്നത് അത് നമ്മൾ വരച്ച് കംപ്ലീറ്റ് ചെയ്തു. ഇതും ബോൾഡ് ആക്കണം കേട്ടോ. ദിസ് മച്ച്. ഇതിന് പേരും കൊടുക്കണം. ഈ സർക്കിളിനെ 8 ആയിട്ട് ഡിവൈഡ് ചെയ്ത് നിങ്ങൾക്ക് ജി ആണ് ഇവിടെ ഉണ്ടെങ്കിൽ F, E, D എന്ന് പറഞ്ഞിട്ട് ബാക്കി പേരുകൾ കൊടുക്കും. ദാറ്റ്സ് ഇറ്റ്.